എന്താണ് ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും അവർക്ക് ഒരു സഹായം ലഭിക്കാത്തത്, അവരുടെ ഒരു പ്രശ്നത്തിന് പരിഹാരമാകാത്തത് എന്ന് പലരും ചോദിച്ച് കാണുന്നുണ്ട്. ഒരു പക്ഷേ നമ്മുടെ ആരുടെയെങ്കിലും മനസ്സുകളിൽ അത്തരമൊരു സംശയം എവിടെയെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വിശ്വാസത്തെ പ്രതികൂലമായി ബാധിക്കും. ഒരു പക്ഷേ ഒരു 5 വയസ്സായ നമ്മുടെ വീട്ടിലെ കുട്ടി പോലും ചിലപ്പോൾ നമ്മോട് ചോദിച്ചിട്ടുണ്ടായിരിക്കും, ആ കുട്ടികൾ എന്താണ് അവർക്കൊരു കരുണ ലഭിക്കാത്തത്, എന്താണ് അവിടെ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാകാത്തത് എന്നൊരു പക്ഷേ അറിയാതെ ചോദിച്ചു പോയിട്ടുണ്ടായിരിക്കും. സത്യത്തിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വിശ്വാസത്തിൻ്റെ ഒരു നിലക്കും നമ്മുടെ വിശ്വാസത്തിൽ ഒരു രോഗം വരാതിരിക്കാൻ അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പം വരാതിരിക്കാൻ ചില അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ ഞാൻ ആമുഖത്തിൽ പാരായണം ചെയ്ത ആയത്ത് ഒരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. സൂറത്തു നിസായിലെ 40-ാമത്തെ വചനം, ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറ. നമ്മുടെ വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് ഓരോ സന്ദർഭങ്ങളിൽ നമ്മൾ രൂപീകരിച്ചെടുക്കുന്നതല്ല. നമുക്ക് അടിസ്ഥാനപരമായൊരു വിശ്വാസം, അത് ജീവിതത്തിൻ്റെ ഏതു സാഹചര്യങ്ങളിലും ഇളകാതെ നിലനിൽക്കുന്നൊരു വിശ്വാസം അഖീദ എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. അത് ഉറപ്പിച്ചിട്ടൊരു കാര്യമാണ്. അതിന് ഒരു സാഹചര്യത്തിലും ഒരു കുലുക്കം ഉണ്ടാവാൻ പാടില്ല. അതിനാണ് ഈമാൻ എന്ന് പറയുന്നത്. അതിൽ വർധനവുകളും കുറവുകളൊക്കെ ഉണ്ടാകാൻ പറ്റും, പക്ഷെ അതിലൊരിക്കലും നമുക്ക് സംശയങ്ങളോ പിന്നെ അതേപോലെ തന്നെ അതിലെന്തെങ്കിലും പ്രശ്നങ്ങളോ വരാൻ പാടില്ല. നമ്മൾ ആലോചിക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്? ഒരു അണ്ണുമണി തൂക്കം, ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറ, അണ്ണുമണി തൂക്കം അള്ളാഹു അനീതി ചെയ്യില്ലെന്നാണ്. ഇപ്പം നമ്മൾ മനസ്സിൽ എവിടെയെങ്കിലും തോന്നാൻ പോലും പാടില്ല ഇതിലൊരു അനീതി ഉണ്ട് എന്ന് തോന്നാം. അത് നമ്മൾ വിശ്വാസം, അള്ളാഹു ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഇല്ല. അള്ളാഹു പരമ കാരുണികനാണ്, അളവറ്റ ദയാപരനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു അനീതി ഉണ്ടാകുന്നു എന്ന് ചിന്തിക്കുവാൻ പോലും ഒരു വിശ്വാസിക്ക് അവകാശമില്ല എന്നാണ്. ഒരു പക്ഷേ നമുക്ക് ചില മനസ്സിലാകായ്മകൾ ഉണ്ടായിരിക്കാം. നമ്മളൊക്കെ അറിയുന്നതിലേറെ ഒരു പക്ഷേ എത്ര കുറച്ച് മാത്രമേ അവിടുന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുള്ളൂ. അള്ളാഹു എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ്. അലം തറ അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. ആകാശഭൂമികളിൽ ഉള്ളതെല്ലാം അള്ളാഹു അറിയുമെന്ന് നിനക്കറിയില്ല. എല്ലാം സൂക്ഷ്മമായി, ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു. അതുകൊണ്ട് അവിടെ കിടക്കുന്ന ഒരു കുഞ്ഞിൻ്റെ മനസ്സിൻ്റെ വേദന നമ്മളൊന്നും പറയാതെ അതിസൂക്ഷ്മമായി അള്ളാഹു അറിയുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല. എല്ലാ കാര്യത്തിലും അള്ളാഹുവിൻ്റെ യുക്തിപരമായ ചില കാര്യങ്ങൾ, അള്ളാഹുവിൻ്റെ യുക്തിയും അവൻ്റെ അറിവും അനുസരിച്ചാണ് അവൻ എല്ലാ പ്രവർത്തനങ്ങളും പ്രവർത്തിക്കുന്നത്.